ക്രിസ്മസ് ദിനത്തിലെ കേക്ക് മുറി വിവാദത്തിൽ സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ്. ഹമീദ് ഫൈസിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് ആവശ്യം. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗമാണ് ഹമീദ് ഫൈസിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതിയുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പരസ്പരം സഹകരിച്ചു നീങ്ങുന്ന മുസ്ലിം ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന വിധം ഹമീദ് ഫൈസി അമ്പലക്കടവ് രാഷ്ട്രീയ പരാമർശം നടത്തുകയാണെന്നും ഹമീദ് ഫൈസിയെ സമസ്തയുടെ ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. സമസ്തയിലെ 25 നേതാക്കൾ ഒപ്പിട്ട കത്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. മുഷാവറ തീരുമാനത്തിന് എതിരെ ഹമീദ് ഫൈസി വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചെമ്മാട് ദാറുൽ ഹുദായിൽ വെച്ചാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം നേതാക്കൾ ജിഫ്രി തങ്ങൾക്ക് കത്ത് നൽകിയത്. സമസ്തയിൽ തർക്കപരിഹാരത്തിന് ഉപസമിതി രൂപീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹമീദ് ഫൈസിക്കെതിരെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചതിനെ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിച്ചിരുന്നു. വിശ്വാസമില്ലെങ്കിലും ഇതര മതാചാരങ്ങളിൽ പങ്കെടുക്കരുതെന്നായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരുന്നു. ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കിയിരുന്നു. മറ്റ് മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്ന് ആദ്യം വിമർശനം ഉന്നയിച്ചത് ഹമീദ് ഫൈസി അമ്പലക്കടവായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കാന്തപുരം വിഭാഗവും സാദിഖ് അലി തങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നും അപകടം ചെയ്യുമെന്നും AP സമസ്ത മുഷാവറ അംഗം അബ്ദുൾ ജലീൽ സഖാഫി പറഞ്ഞിരുന്നു. എന്നാൽ ഹമീദ് ഫൈസിയുടെ വിമർശനത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരോക്ഷ പ്രതികരണം നടത്തിയിരുന്നു. ചുറ്റുമുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ബന്ധങ്ങളുടെ കണ്ണി പൊട്ടാതെ കാത്തു സൂക്ഷിക്കണം, കാര്യങ്ങളോട് വിവേകത്തോടെ പ്രതികരിക്കണം എന്നുമായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. ഹമീദ് ഫൈസിയുടെ വിമർശനത്തിന് പിന്നാലെ സാദിഖ് അലി തങ്ങൾക്ക് പിന്തുണയുമായി SSF നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും രംഗത്തെത്തിയിരുന്നു. കേക്ക് ആചാരത്തിന്റെ ഭാഗമായി കഴിച്ചാൽ തെറ്റാണെന്നും സൗഹൃദപരമായി കഴിച്ചാൽ കുഴപ്പമില്ലെന്നുമായിരുന്നു അബ്ദുൾ സമദ് പൂക്കോട്ടൂരിന്റെ വാദം. പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ചു മാത്രമേ പാർട്ടി മുന്നോട്ടു പോകൂവെന്നും അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണെന്നുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന പ്രസ്താവനകളെ കേരളം അവജ്ഞയോടെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. താൻ ഉൾപ്പെട്ട കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കും എന്ന ധാരണയാണ് ചിലർക്കെന്നായിരുന്നു ഹമീദ് ഫൈസിയെ ലക്ഷ്യമിട്ടുള്ള മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വിമർശനം. ഇതിന് പിന്നാലെ പ്രതികരണത്തിൽ വിശദീകരണവുമായി ഹമീദ് ഫൈസിയും രംഗത്ത് വന്നിരുന്നു. വാക്കുകൾ വളച്ചൊടിച്ചുവെന്നായിരുന്നു ഹമീദ് ഫൈസിയുടെ വിശദീകരണം. സാദിഖ് അലി തങ്ങൾക്കോ ലീഗിനോ എതിരെ പറഞ്ഞിട്ടില്ലെന്നും സാദിഖ് അലി തങ്ങളെ വിമർശിച്ചിട്ടില്ലെന്നും ഹമീദ് ഫൈസി പറഞ്ഞിരുന്നു. പ്രസംഗത്തിൽ ഇനി സൂക്ഷ്മത പുലർത്തുമെന്നും സാദിഖ് അലി തങ്ങൾ പുരോഹിതന്മാരെ കണ്ടതിൽ തെറ്റില്ലെന്നും ഹമീദ് ഫൈസി പറഞ്ഞിരുന്നു. സമസ്തയെന്നും മതേതര നിലപാടിനൊപ്പമാണെന്നും ഹമീദ് ഫൈസി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ക്രിസ്മസ് ദിനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മാലാമ്പറമ്പിലെ ബിഷപ്പ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു. ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനൊപ്പം സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചിരുന്നു. ഈ വിഷയമാണ് ഇപ്പോൾ സമസ്തയിലെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ക്രിസ്തീയ സമൂഹവുമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്ന് നേരത്തെ സന്ദർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങൾ എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തിനോടുള്ള കോഴിക്കോട് രൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണവും.